എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് മുൻനിരയിലെത്താൻ കഴിയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഇവിടെ 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അതിന് നമുക്ക് ഈ ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് വേഗത സമം ദൂരം ബൈ സമയം. ഇവിടെ ദൂരമാണ് ചോദിച്ചേക്കുന്നത്. ദൂരമാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, വേഗത ഗുണം സമയം. ദൂരം. ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ ഇൻറ്റു ചെയ്താൽ മതി. ടൈമാണ് ചോദിച്ചെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ടൈമാണ് ചോദിച്ചെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് 60 km/h ആണ് വേഗത, ടൈം 4 മണിക്കൂറാണ്. നമുക്ക് ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 60 km/h ഇൻറ്റു ടൈം എത്രയാണ്? 4 സമം 240 km ദൂരം. അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ഫോർമുലാസ് ഒറ്റ ഫോർമുല ഓർത്തിരുന്നാൽ മതി, ബാക്കി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫോർമുലയിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ടൈമാണ് ചോദിച്ചെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഫോർമുലാസ് ഹൃദയസ്ഥമാക്കി വെക്കുക. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം, ആകെ ദൂരം കാണാൻ 2 ട്രെയിനുകളുടെയും കൂടെ ദൂരം കൂട്ടിയാൽ മതി. 2 ട്രെയിനുകളുടെയും കൂടെ നീളങ്ങൾ കൂട്ടിയാൽ മതി. അതായത് 180 + 220 സമം 400 മീറ്റർ വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകാൻ സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 2 തീവണ്ടികളുടെയും കൂടെ നീളങ്ങൾ കൂട്ടുക. 180 + 220, അതായത് 400 മീറ്റർ. സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ 5, 10, 10, 5. അപ്പം എല്ലാത്തിനെയും ഛേദം ഒരുപോലെ അങ്ങാക്കാം. ഇവിടെ എല്ലാം 10 ആക്കിയാൽ മതി. ഇത് രണ്ടും ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 1/5 ഛേദം 5നെ 10 ആക്കണമെങ്കിൽ 2 ഇട്ട് ഗുണിക്കണം. താഴെ മുകളിലും 2 ഇട്ട് ഗുണിക്കണം. അതായത് 2/10. 2/10. അടുത്തത് 3/10. അങ്ങനെ തന്നെ എഴുതും. ഛേദം 10 തന്നെ ആണല്ലോ. അടുത്തതും അങ്ങനെ തന്നെ എഴുതും. ഇനി അടുത്ത സംഖ്യ 4/5 ആണ്. 5 ഇവിടെ ഛേദം. അപ്പോൾ 2 ഇട്ട് താഴെ മുകളിലും ഗുണിക്കണം. അതായത് 8/10. ഇനി നോക്കൂ, ഇതിലേക്ക് ഏറ്റവും വലിയ സംഖ്യ ഏതാ? 2/10, 3/10, 4/10, 8/10. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് 8/10 കിട്ടും. ഛേദം എല്ലാം ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും. 2/10, 3/10, 4/10, 8/10. ഇത് 2/10 ഉള്ളൂ. ഇത് 10ൽ 3 ആണ്. 10ൽ 4 ഉണ്ട്. ഇത് 10ൽ 8 ഉണ്ട്. ഇപ്പൊ ഏറ്റവും വലുത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഈ കണക്ക് നമ്മൾ ബോട്ട്മാസ് റൂൾ വെച്ച് വേണം ചെയ്യാൻ. ബോട്ട്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ക്രമത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ആദ്യം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആ മോഡൽ ചെയ്യാം, ആ ക്രമത്തിന് ചെയ്യാം. ഡിവിഷൻ ചെയ്യാം ആദ്യം. 16 ÷ 2 എത്ര? 8. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അങ്ങ് ഇൻറ്റു 4 - 5. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ലെഫ്റ്റിലോട്ട് 21. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ആദ്യം, പിന്നെ അഡീഷനും സബ്ട്രാക്ഷൻ ചെയ്യാം. അതായത് 32. 8 × 4 32. പിന്നെ റൈറ്റിലോട്ടൊരു -5 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 21 ഉണ്ട്. ഇനി അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. 53 കിട്ടും. ഇത് രണ്ടും കൂടെ കൊണ്ടു -5 സമം 48. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ ബോട്ട്മാസ് നിയമം വെച്ച് തന്നെ വേണം ഈ കണക്ക് ചെയ്യാൻ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ക്രമത്തിന് ചെയ്യണം. 4ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏത്? 4ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ സംഖ്യയുടെ എത്ര വലിയ സംഖ്യ ആയാലും അതിൻ്റെ ലാസ്റ്റിലത്തെ 2 അക്കം ചേരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. ലാസ്റ്റിലത്തെ 2 അക്കം 36, 14, 48, 64. അപ്പം ലാസ്റ്റിലെ 2 അക്കം ചേരുന്ന സംഖ്യ 4ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷമായിരിക്കുക. എത്ര വലിയ സംഖ്യ ആയാലും അങ്ങനെ പറ്റും.
36 4ൻ്റെ ഗുണിതമാണ്. ഇവിടെ 14 4ൻ്റെ ഗുണിതമല്ല. ഇവിടെ 36 4ൻ്റെ ഗുണിതമാണ്. ഇവിടെ 48 4ൻ്റെ ഗുണിതമാണ്. ഇവിടെ 12 4 48 64 4ൻ്റെ ഗുണിതമാണ്. 16 4 66. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാരണം ഇത് 4ൻ്റെ ഗുണിതമല്ല. 14 4ൻ്റെ ഗുണിതമല്ല. 4ൻ്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റിലെ 2 അക്കം ചേരുന്ന സംഖ്യ നോക്കിയാൽ മതി. 8ൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യാൻ ലാസ്റ്റിലെ 3 അക്കം ചേരുന്ന സംഖ്യ നോക്കിയാൽ മതി. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ, 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ വേണം? 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ. ഇപ്പം 24 കാണാൻ 24 കുട്ടികളെ കാണാൻ × 4, അതായത് 24 കുട്ടികൾക്കുള്ള നമുക്ക് കാണണ്ടേ. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ, 6 × 4 24 കുട്ടികൾ. അപ്പോൾ ഇവിടെ 4 ഇട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 12 കമ്പ്യൂട്ടർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 12 കമ്പ്യൂട്ടർ വേണം. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ, 6 × 4 ആണ് 24. അപ്പോൾ ഇവിടെ 3 × 4 12 കമ്പ്യൂട്ടർ വേണം 24 കുട്ടികൾക്ക്. ഇവിടെ 8 ആണ് ഉത്തരം. കാരണം 8 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, ഭാജ്യസംഖ്യയാണ്. 8ന് 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 8ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 4 8. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയാണ്. ഇത് 3 അഭാജ്യസംഖ്യകളാണ്. 2ഉം 5ഉം 7ഉം അഭാജ്യസംഖ്യകൾ, പ്രൈം നമ്പേഴ്സാണ്. അതിന് 1 ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ കാണൂ. 2ൻ്റെ ഘടകങ്ങൾ 1ഉം 2ഉം, 5ൻ്റെ ഘടകങ്ങൾ 1ഉം 5ഉം, 7ൻ്റെ ഘടകങ്ങൾ 1ഉം 7ഉം. വേറെ ഒരു ടേബിൾ എഴുതിയാലും നമുക്ക് ഈ സംഖ്യകൾ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ 8 ആണ് ഉത്തരം. 8 ഒരു ഭാജ്യസംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പറാണ്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 2ഉം 5ഉം 7ഉം അഭാജ്യസംഖ്യകളാണ്. ഗുണിതങ്ങളുടെ ശരാശരിയാണ് ചോദിച്ചിരുന്നത്. ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ ഒരു ഫോർമുല, ഒരു ഷോർട്ട് കട്ട് ഫോർമുല, സംഖ്യ × n+1/2. അതായത് ഇവിടെ സംഖ്യ എത്ര? 7ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി. ഇപ്പോൾ സംഖ്യ ഏതാ? ഏത് സംഖ്യയുടെ ചോദിച്ചേക്കുന്നത്? 7. എത്ര ഗുണിതങ്ങൾ? ഗുണിതങ്ങളുടെ എണ്ണം, അതായത് എത്ര ഗുണിതങ്ങളുടെ ചോദിച്ചേക്കുന്നത്? 5. ഇനി ഈ ഫോർമുലയിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗുണിതങ്ങളുടെ ശരാശരി, ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരിക്കുക. ഗുണിതങ്ങളുടെ ശരാശരി, ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? സംഖ്യ ഗുണം, ഈ ഫോർമുല ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി, n+1/2. സംഖ്യ ഇവിടെ എത്ര? 7 ഗുണം n ഇവിടെ എത്ര? 5 + 1/2. 7 ഗുണം 6/2 സമം 7 ഗുണം 3 സമം 21 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ സംഖ്യ ഗുണം n+1/2. ഇവിടെ എത്ര ഗുണിതങ്ങളാണ് ചോദിച്ചേർത്തേക്കുന്നത്? അതാണ് n. ഏത് സംഖ്യയുടെ? 7ൻ്റെ 5 ഗുണിതങ്ങൾ. അപ്പോൾ ഇവിടെ സംഖ്യ 7, ഗുണിതങ്ങളുടെ എണ്ണം 5. അപ്പോൾ സംഖ്യ ഗുണം ഗുണിതങ്ങളുടെ ശരാശരി സംഖ്യ ഗുണം n+1/2. സംഖ്യയുടെ 7 ഗുണം n ഇവിടെ എത്ര? 5. 5 + 1/2. 7 ഗുണം 6/2. അതായത് 7 ഗുണം 3 21 വരും. ഓപ്ഷൻ ഡി ആണ് തരം. ഒരു ട്രെയിൻ ഒരു പാലത്തിനെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെയോ കടന്നു പോകണമെങ്കിൽ 2 നീളങ്ങളും കൂടെ കൂട്ടിയെടുക്കുക. ആകെ ദൂരം കാണാൻ 2 ട്രെയിനുകളുടെ നീളങ്ങളും കൂടെ കൂട്ടുക. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകാനാണ് പ്ലാറ്റ്ഫോമിൻ്റെ ട്രെയിനിൻ്റെ നീളങ്ങൾ കൂട്ടുക. ഒരു ട്രെയിൻ ഒരു പാലത്തിനെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെയോ കടന്നു പോകണമെങ്കിൽ 2 നീളങ്ങളും കൂടി കൂട്ടിയെടുക്കുക ആകെ ദൂരം കാണുന്നതിന്. km/hനെ m/s ആക്കണമെങ്കിൽ 5/18 ഇട്ട് ഗുണിക്കുക. m/s km/h ആക്കണമെങ്കിൽ അത് തിരിച്ചിടുക, 18/5 ഇട്ട് ഗുണിക്കുക. ഇത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.